ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കാൻ പോവുകയാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും മാധ്യമ ലോകത്തെയും ഒന്നടങ്കം വിറപ്പിച്ചുകൊണ്ട് പുറത്തുവരുന്ന ആ നിർണായക വാർത്ത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ കാറ്റിൽ പറത്തി വ്യാജ പ്രചരണങ്ങളുടെ നുണക്കോട്ടകൾ തകർത്തെറിഞ്ഞുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വീണ്ടും മാസ് എൻട്രിക്കൊരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ പോരാളി ധർമ്മേന്ദ്ര പ്രധാൻ. 2014 ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ സഹപ്രവർത്തകനായി ധർമ്മേന്ദ്ര പ്രധാൻ കൂടെ തന്നെയുണ്ട്. പെട്രോളിയം, സഹജവാതകം, സ്റ്റീൽ, തൊഴിൽ നൈപുണ്യം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടങ്ങി അദ്ദേഹം കൈകാര്യം ചെയ്ത ഓരോ മന്ത്രാലയത്തിലും വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വിജയകരമായി നടപ്പിലാക്കിയത് ധർമ്മേന്ദ്ര പ്രധാന്റെ മേൽനോട്ടത്തിലാണ്. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത്രയധികം പ്രയോജനം ചെയ്ത മറ്റൊരു പദ്ധതി സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. സബ്സിഡികൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്ന പഹൽ പദ്ധതിയിലൂടെ കോടാനുകോടി രൂപയുടെ അഴിമതി തടയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ കിടന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം NEP നടപ്പിലാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ഭാരതത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രഗത്ഭരായ ഭാരതീയ ജനതാ പാർട്ടി നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്നാൽ ഈ വികസന കുതിപ്പ് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത, ശേഷിയില്ലാത്ത പ്രതിപക്ഷ പാർട്ടികളും ചില നിക്ഷിപ്ത താല്പര്യക്കാരായ സംഘടനകളും എന്താണ് ചെയ്തത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില പ്രാദേശിക ക്രമക്കേടുകളെ രാഷ്ട്രീയായുധമാക്കാൻ അവർ ശ്രമിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയെന്ന് തുടങ്ങി ഡൽഹിയിൽ പാട്ടസമരം അഥവാ കോക്രോച്ച് പാർട്ടി എന്നൊക്കെ പേരിട്ട മാധ്യമ ശ്രദ്ധ നേടാൻ രാഷ്ട്രീയ നാടകങ്ങൾ ഇഷ്ടംപോലെ അരങ്ങേറി. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം സർക്കാരിനെയും BJPയെയും വ്യക്തിപരമായി കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. നമ്മൾ അപ്പോഴും പറഞ്ഞു, വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയുണ്ട് നമ്മൾ. എന്നാൽ ഈ രാഷ്ട്രീയ താല്പര്യങ്ങളെ നമുക്ക് പിന്തുണയ്ക്കാനാവില്ല. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുമായി പബ്ലിക് എക്സാമിനേഷൻ പ്രിവെന്റീവ് ഓഫ് അൺഫെയർ മീൻസ് ആക്ട് പോലെയുള്ള കർശന നിയമങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോഴും പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയായിരുന്നു. എന്നാൽ ഒരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ്റെയും ധാർമ്മികതയുള്ള ഒരു ജനപ്രതിനിധിയുടെയും മാതൃക കാണിച്ചുകൊണ്ട് ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം തടസ്സപ്പെടാതിരിക്കാനും പരീക്ഷാ ബോർഡിന്റെ വിശ്വാസ്യത നിലനിർത്താനും വേണ്ടി ധർമ്മേന്ദ്ര പ്രധാൻ സ്വയം മാറി നിൽക്കാൻ തയ്യാറാകുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷിയായത്. ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന BJPയുടെ സംസ്കാരമാണ് അവിടെ നമ്മൾ കണ്ടത്. എന്നാൽ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങൾ കേസ് പരിശോധിച്ചപ്പോൾ എന്താണ് വ്യക്തമായത്? വൻതോതിലുള്ള ചോർച്ചയോ വ്യവസ്ഥാപിതമായ പരാജയമോ ഒന്നുമല്ല ഉണ്ടായത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ക്രമക്കേട്, അവരുടെ ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നം അവിടെ അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രതിപക്ഷം കെട്ടിച്ചമച്ച ആരോപണങ്ങൾ അടിയോടെ അവിടെ തകരുകയായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണങ്ങളുടെ പുകമറകൾ നീങ്ങി സത്യം പുറത്തു വന്നിരിക്കുന്നു. ഇതോടെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള തിരിച്ചുവരവിന് വഴി തുറന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ വമ്പൻ അഴിച്ചുപണി നടക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നിലവിൽ സജീവമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പാർട്ടിയിലും ഭരണത്തിലും ഒരുപോലെ അനുഭവ സമ്പത്തുള്ള ധർമ്മേന്ദ്ര പ്രധാൻ വീണ്ടും ഗൗരവമുള്ള ചുമതലകളിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. നമുക്കറിയാം, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2029 പൊതു തെരഞ്ഞെടുപ്പിലും BJPയുടെ വിജയം ഉറപ്പാക്കാൻ കരുത്തരായ നേതാക്കൾ കേന്ദ്ര ഭരണത്തിന്റെ മുൻ നിരയിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒഡീഷയിൽ BJP ആദ്യമായി ഒറ്റയ്ക്ക് ഭരണത്തിലേറിയ ചരിത്ര നിമിഷത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ ധർമ്മേന്ദ്ര പ്രധാന് കേന്ദ്രത്തിൽ ലഭിക്കുന്ന വലിയ പ്രാധാന്യം BJPയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കും. കേന്ദ്രത്തിൽ പ്രകടന മികവ് തെളിയിച്ച പ്രമുഖരായ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും കൂടുതൽ കാര്യക്ഷമതയുള്ള നേതാക്കൾക്ക് ക്യാബിനറ്റ് ചുമതല നൽകാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് BJP സർക്കാരിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ഒഴിവാക്കാനാകാത്ത ഘടകമാകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ചില കൃത്യമായ വസ്തുതകളും ഡാറ്റകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാകാം. ഒന്നാമത് എടുത്തു പറയേണ്ടത് ഊർജ്ജ സുരക്ഷയും വികസനവും. പെട്രോളിയം മന്ത്രിയായിരുന്ന കാലയളവിൽ ഇന്ത്യയുടെ എണ്ണ വിപണിയിൽ വൻ മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയത്. 8 കോടിയിലധികം BPL കുടുംബങ്ങൾക്ക് സൗജന്യ LPG വിതരണം ചെയ്തു. $60 ബില്യൺ നിക്ഷേപം എണ്ണവാതക മേഖലയിലേക്ക് ആകർഷിക്കാനായി സാധിച്ചിട്ടുമുണ്ട്. അതുപോലെ
രാജ്യത്തെ ITI ശൃംഖല 40% വികസിപ്പിക്കുകയും ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുകയും ചെയ്തതാണ്. തീർന്നില്ല, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ നോക്കാം. ISRO മുൻ മേധാവിയുടെ നേതൃത്വത്തിൽ ഉന്നതതല കമ്മിറ്റി രൂപീകരിച്ച് പരീക്ഷാ ഏജൻസിയായ NTAയെ പുനഃസംഘടിപ്പിക്കാനും സുതാര്യമാക്കാനും കർശന നടപടികൾ സ്വീകരിച്ചു. ഈ അനുഭവ സമ്പത്തും കാര്യക്ഷമതയുമാണ് നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രി വീണ്ടും പ്രയോജനപ്പെടുത്താനായി ആഗ്രഹിക്കുന്നത്. രാജിവെപ്പിച്ച് പടിയടച്ച് പിൻവാങ്ങാൻ BJP ഒരു ദുർബല പ്രസ്ഥാനമല്ല, മറിച്ച് പരീക്ഷിക്കപ്പെടുമ്പോഴും പ്രതിസന്ധികളെ അതിജീവിച്ച് ശക്തമായി തിരിച്ചു വരുന്ന നേതാക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ഇക്കാലയളവിൽ തെളിയിച്ചതാണ്. അപ്പോൾ ഈ അഴിച്ചുപണിയിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്താണ്? കേവലം ആളുകളെ മാറ്റുക എന്നതല്ല, മറിച്ച് ഓരോ മന്ത്രാലയത്തിൻ്റെയും പ്രവർത്തനം 100% കാര്യക്ഷമമാക്കുക എന്നതാണ് മോദി സർക്കാരിൻ്റെ ശൈലി. മന്ത്രിസഭയിൽ നിലവിലുള്ള ചില പ്രമുഖരുടെ വകുപ്പുകൾ മാറ്റിയേക്കാം. വരാനിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഗ്രാമീണ വികസനം എന്നിവയ്ക്ക് പുതിയ വേഗത നൽകാനാണ് ഈ മാറ്റങ്ങൾ. ധർമ്മേന്ദ്ര പ്രധാന്റെ തിരിച്ചുവരവിലൂടെ ഒഡീഷ, ബീഹാർ, ബംഗാൾ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ലഭിക്കുന്ന മേൽക്കോയ്മ വളരെ വലുതാണ്. ഒഡീഷയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഒഡീഷയിൽ പാർട്ടിയെ അധികാരത്തിലേറ്റിയതിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായ ധർമ്മേന്ദ്ര പ്രധാന് കേന്ദ്രത്തിൽ ലഭിക്കുന്ന പുതിയ സ്ഥാനം BJPയുടെ കിഴക്കൻ ഇന്ത്യയിലെ അടിത്തറ കൂടുതൽ വജ്രസമാനമാക്കും. പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുകയാണ്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു മികച്ച നേതാവിന്റെ കരിയർ തകർക്കാൻ ശ്രമിച്ചവർക്ക് മോദി സർക്കാരിന്റെ ഈ നീക്കം വലിയൊരു തിരിച്ചടിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ തിരികെ എത്തുമ്പോൾ അത് വെറുമൊരു മന്ത്രിസഭാ മാറ്റമായി കാണരുത്, മറിച്ച് വികസനത്തിന്റെയും രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തിന്റെയും പ്രഖ്യാപനമാണ്. വികസന ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതത്തെ നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംഘത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ വീണ്ടും എത്തുമ്പോൾ രാജ്യം കാണാൻ പോകുന്നത് കൂടുതൽ വേഗത്തിലുള്ള വികസന കുതിച്ചുചാട്ടമായിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഈ ഒരു തിരിച്ചുവരവിൽ ഇനി കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുമോ എന്നത്. ഈ വമ്പൻ അഴിച്ചുപണിയെക്കുറിച്ചും ധർമ്മേന്ദ്ര പ്രധാന്റെ തിരിച്ചുവരവിനെ കുറിച്ചും ഞാൻ ഇത്രയും നേരം പറഞ്ഞു. എന്തായാലും ആ തിരിച്ചുവരവിൽ പാർട്ടികളുടെ സമരം വീണ്ടും എത്തുമോ, അല്ലെങ്കിൽ പാർട്ടികൾ വീണ്ടും BJPക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ തിരിച്ചടിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാണെങ്കിൽ പാർട്ടികൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഏത് മന്ത്രിസഭയിലേക്കാണ് എത്തുക, അല്ലെങ്കിൽ ഏത് ചുമതലയാണ് ഏറ്റെടുക്കുക എന്നത് ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാർട്ടികളുടെ സമരത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. അതുപോലെ തന്നെ വിഘടനവാദികളുടെ പിന്തുണയോടെയുള്ള ഇത്തരം സമരങ്ങളെ നമ്മൾ തീർച്ചയായും തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിക്ക് കൂടി ഒന്ന് കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.